Close to your heart and close to your home, all that makes life good. Dream further but sees what's nearer, just feel like Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Jesus said, I tell you that if they keep quiet, these stones will themselves start shouting. Luke 19:40. This song was composed while the composer was traveling on a train, and the whole effect is intended to be the sound of a rail engine and its whistle. Let's hear from our choir. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ പാടും എന്ന് അരുളിയ ദേവ. പാടിടുമേ ഞങ്ങൾ ഉயிருള്ള കാലം മഹത്വത്തിൻ രാജ
John 3:16, "For God so loved the world that he gave his one and only begotten Son, that whoever believes in him shall not perish but have eternal life." The birth of Jesus Christ was a gift from heaven to mankind in order to save them from their sins. Now, let us hear a beautiful song, Rariram Rariraro, sung by the choir. Ra
close to your home, all that makes life good. Dream further but sees what's nearer, just feel like Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ക്രിസ്മസ് വരവായി. ക്രിസ്മസിനെ ആചരിക്കുവാനും ആഘോഷിക്കുവാനും ശ്രമിക്കുന്നതായ ഒരു വലിയ ജനതയുടെ മധ്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ക്രിസ്മസ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ജീവിതത്തിന് പുതിയ അർത്ഥവും പുതിയ ഭാവവും നൽകുന്നതാകുന്നില്ല എങ്കിൽ അതിന് പ്രസക്തിയില്ല എന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്ഭുതമന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനപ്രഭുവുമായ ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകത്തിന് കൊടുക്കുന്നതാണ് ക്രിസ്മസ്. ആദ്യ ക്രിസ്മസിൽ വേദനയിലിരിക്കുന്ന മനുഷ്യന് ആശ്വാസമായി തീർന്നതായ യേശു കർത്താവിൻ്റെ ജനനത്തെയാണ് നാം ദർശിക്കുന്നത്. ഇടയന്മാർ അതിൻ്റെ പ്രതിനിധിയാണ്. അവർ കേട്ടതായ വാർത്ത അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ പകൽ മുഴുവൻ അധ്വാനിച്ച് കിടന്നുറങ്ങിയതായ ഒരു ജനതയ്ക്ക് കിട്ടിയതായ വാർത്തയാണ്. ഇന്ന് സമാധാനം നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ലോകത്തിൽ ഈ കർത്താവിൻ്റെ ജനനത്തെ ഒരു സമാധാനത്തിൻ്റെ പ്രഭുവായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമോ? കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട് ആഡംബരങ്ങളില്ലാതെ ആർഭാടങ്ങളില്ലാതെ കിടന്നതായ ക്രിസ്തുവിനെയാണ് ആദ്യ ക്രിസ്തുമസ് ദിനത്തിൽ നാം കണ്ടത്. തുറന്നു കിടക്കുന്നതായ ഒരു വലിയ അനുഭവമാണ് ക്രിസ്തുമസിൻ്റെ ആദ്യ ദിനമെന്ന് പറയുന്നത്. അതായത് പുൽത്തൊഴുത്ത്, കാറ്റും വെളിച്ചവും കയറിയിറങ്ങുന്നതായ സ്ഥലം, അവിടെയായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. ആ ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് ഇടയന്മാർ ദർശിക്കുന്നത്, വിദ്വാൻമാർ ദർശിക്കുന്നത്. അതിനുശേഷമുണ്ടാകുന്നതായ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും കർത്താവ് കാട്ടിക്കൊടുക്കുന്നതും അത് തന്നെയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയും ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ ജനനം ഏറ്റെടുത്തതായ ദുരന്തങ്ങളെക്കുറിച്ചുള്ളതായ ഓർമ്മ നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ജനനം പ്രാന്തവൽക്കരിക്കപ്പെട്ടതായ ജനത്തോടൊപ്പമായിരുന്നു, അടിച്ചമർത്തപ്പെട്ട ജനത്തോടൊപ്പമായിരുന്നു. ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. ഹേരോദാക്കന്മാർ ഭയപ്പെട്ടു ക്രിസ്തുവിൻ്റെ ജനനത്തെ. എന്നാൽ സാധാരണ ജനത്തിന് സന്തോഷവും സംപ്രീതിയും നൽകുന്നതായ അനുഭവമായിരുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന മേഖലകളിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതുപോലെ പല പല തട്ടുകളായിട്ട് ജനത്തെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറി നാം എല്ലാവരും ഒന്നാകുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി ദൈവം ലോകത്തിൽ വന്നു എന്നുള്ളതായ ചിന്തയോടുകൂടി ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ കഴിയണം. ലോകത്തിന് ദൈവം തമ്പുരാൻ നൽകിയതായ ഏറ്റവും വിലപ്പെട്ടതായ സമ്മാനമാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ലോകം തയ്യാറാകണം. അതിലൂടെ സമാധാനത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. മതം ഏതായാലും ജാതി ഏതായാലും യേശു കർത്താവിൻ്റെ ജനനം എല്ലാവർക്കും സർവ്വജനത്തിനുമുള്ളതായ സന്തോഷമാണ്. അതുകൊണ്ട് നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആർഭാടത്തോടുകൂടി ക്രിസ്തുമസിനെ വരവേൽക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളുണ്ടാകണം. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ കഴിയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. വേദനിക്കുന്നവനോടൊപ്പമുള്ള ക്രിസ്തുമസ് ആയിട്ട് തീരണം. ആ ക്രിസ്തുമസിലേക്ക് നയിക്കപ്പെടുവാൻ, ആ ക്രിസ്തു ജയന്തിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള അനുഭവമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ജനനം നമ്മിലും മറ്റുള്ളവരിലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദിവ്യരാത്രിയിൽ ദൂതർ പാടിയതോ സ്തുതിഗീതങ്ങൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ ദിവ്യ നക്ഷത്രം കണ്ട് കിഴക്ക് നിന്നെത്തിയ വിദ്വാൻമാർ ദൈവകുമാരന് കാഴ്ചകൾ അർപ്പിച്ചു. ആ വിദ്വാൻമാരുടെ സമർപ്പണ ഭാവത്തോടെ നമുക്ക് പാടാം ഭക്തിസാന്ദ്രമായ മോഹന ഗീതങ്ങൾ. ഗീതങ്ങൾ പൂർണ്ണമായി പാടിയിടും, ഇതെല്ലാം
Close to your heart and close to your home, all that makes life good. Dream further but sees what's nearer, just feel like Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമ്മുടെ പിതാവിൻ്റെ ജനനം ഈ ലോകത്തെ അറിയിക്കാൻ നമുക്കൊരു നവഗാനം വേണം.
കാരണം ഇതൊരു ആഘോഷമാണ്. ഒരു നവഗാനം എന്ന ഈ മനോഹര ക്രിസ്മസ് ഗാനം ഗായക സംഘം ആലപിക്കുന്നു. സന്ദേശം ഏറ്റുപാ